വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. നമ്മൾ ബെസീഡിയോ മൈക്കോട്ടയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗൽ എക്സാമ്പിൾസ് ആയിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത എക്സാമ്പിൾ അല്ലെങ്കിൽ ജീനസ് എന്ന് പറയുന്നത് സയാത്തസ് ആണ്. ഓക്കെ, അപ്പോൾ സയാത്തസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, അവയുടെ സ്ട്രക്ചർ, ദെൻ അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആൻഡ് വിത്ത് എക്സാമ്പിൾസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് സയാത്തസ്? ഫസ്റ്റ് തന്നെ അവയുടെ കോമൺ നെയിംസ് ആണ് പഠിക്കേണ്ടത്. സയാത്തസിനെ ബേർഡ് നെസ്റ്റ് ഫംഗൈ അല്ലെങ്കിൽ സ്പ്ലാഷ് കപ്പ് അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു കൂട്ടിലുള്ള ഒരു പക്ഷിക്കൂട്ടിലുള്ള കുറെ മുട്ടകളല്ലേ, ബേർഡ് നെസ്റ്റ് ഫംഗസ്. അതുകൊണ്ടാണ് അവയുടെ ആ ഒരു അപ്പിയറൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് സയാത്തസിനെ ബേർഡ് നെസ്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് സ്പ്ലാഷ് കപ്പ് എന്ന് വിളിക്കുന്നതിൻ്റെ ഉള്ള ഒരു റീസൺ ഈ ഒരു ക്ലാസ്സിൽ അടുത്ത സ്ലൈഡിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കിങ്ഡം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഫൈലം ബെസീഡിയോ മൈക്കോട്ട അല്ലെങ്കിൽ ക്ലബ് ഫംഗസിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പ്. ക്ലാസ് അഗാരിക്കോമൈസീഡ്സ്. ഓർഡർ നിഡുലേറിയൽസ് ഓർ ഇൻക്ലൂഡ്, ചില രീതിയിൽ അഗാരിക്കയിൽസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി നിഡുലേറിയേസിയെ, അതിൽ വരുന്ന ജനറ എന്ന് പറയുന്നത് സയാത്തസ് ആണ്. അതിൽ തന്നെ പലതരം സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ വിത്ത് പിക്ചേഴ്സ് ഈ ഒരു സോ ഈ ഒരു സയാത്തസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഫസ്റ്റ് തന്നെ അവയുടെ കോമൺ നെയിംസ് പറഞ്ഞു കഴിഞ്ഞു. ബേർഡ് നെസ്റ്റ് ഫംഗസ് ആൻഡ് സ്പ്ലാഷ് കപ്പ് ആണ്. ദെൻ അവയുടെ എക്സ്റ്റേണൽ മോർഫോളജി എങ്ങനെയാണെന്നാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി. സോ അവയുടെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഓക്കെ, അവയുടെ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേര് പെരിഡിയ എന്നാണ്. ഈ ഒരു പിക്ചറിൽ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു പോർഷനല്ലേ, അതായത് ഈ വരച്ചേക്കുന്ന പിക്ചറിൽ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ പെരിഡിയ എന്ന് പറയുന്നത്. ആ പെരിഡിയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? എഗ്സ് ഉണ്ടായിരിക്കും. എഗ്സ് അല്ലെങ്കിൽ സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ആ ഒരു സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ആക്ച്വലി പെരിഡിയോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നതാണ് പെരിഡിയ. ആ പെരിഡിയത്തിന്റെ ഉള്ളിൽ പെരിഡിയോൾസ് ഉണ്ടായിരിക്കും. അതാണ് ഒരു സയാത്തസിന്റെ പിന്നെ എന്താ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ പെരിഡിയോൾസിന്റെ സ്ട്രക്ചർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് അടുത്ത സ്ലൈഡിലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ദീസ് പെരിഡിയോൾസ് ആർ അറ്റാച്ച്ഡ് ടു ദ ഇൻസൈഡ് ഓഫ് ദ കപ്പ് ബൈ എ കോഡ് കോൾഡ് എ ഫ്യൂണിക്കുലസ്. അതായത് പെരിഡിയോൾസ് എന്ന് പറയുന്ന മുകളിൽ കാണുന്ന സ്ട്രക്ചർ ആണ്. ഈ പെരിഡിയോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്യൂണിക്കുലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വഴി ആ കപ്പിന്റെ ഇൻസൈഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ മനസ്സിലാകും. ദെൻ ഈ ഒരു പെരിഡിയം ഞാൻ പറഞ്ഞു ഔട്ടർ ലെയർ ആണ് പെരിഡിയം. ആ പെരിഡിയത്തിന്റെ തന്നെ ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ എന്ന് പറയുന്നത് മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. സോ ഔട്ടർ ലെയർ സ്മൂത്ത് അല്ലെങ്കിൽ ഹെയറി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രേയിഷ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ വരെ ഉണ്ട്. ദെൻ ഇൻസൈഡ് എന്ന് പറയുന്നത് റിഡ്ജ്ഡ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് ആയിരിക്കും. ഈ കാണുന്നിരിക്കുന്ന കുറേ റിഡ്ജ് അല്ലെങ്കിൽ ഗ്രൂവ്സ് കാണുന്നുണ്ടോ, അതാണ് ഇൻസൈഡ്. ഇപ്പൊ പെരിഡിയത്തിന്റെയും സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇനി എല്ലാത്തിലും ഇല്ല, ചില കേസിൽ എപ്പിഫ്രാഗം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് മെച്യൂർ ആകുന്നതിന് മുന്നേ ഈ ഒരു സയാത്തസിന്റെ ബോഡി മെച്യൂർ ആയി കഴിഞ്ഞാലാണ് സ്പോർ ഡിസ്പേഴ്സൽ ഉണ്ടാകുക. ഒരു സ്പോർ ഡിസ്പേഴ്സലിന് റെയിനിങ് ഒരു കാരണമാകുന്നുണ്ട്. അതെങ്ങനെയാണ് കാരണമാകുന്നതെന്നും ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെയിനിങ്ങിന്റെ സമയത്ത് മെച്യൂർ ആകാത്ത കേസിൽ സ്പോർ ഡിസ്പേഴ്സൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കവറിങ് ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്ന കവറിങ് ആണ്. അതിനെയാണ് എപ്പിഫ്രാഗം എന്ന് പറയുന്നത്, ഒരു ലിറ്റിൽ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇതിന്റെ ഡിസ്പേഴ്സൽ എങ്ങനെയാണെന്ന് ഇതാണ് പറയുന്നത്. സ്പോർ ഡിസ്പേഴ്സൽ ഒക്കർ വെൻ റെയിൻ ഡ്രോപ്സ് സ്ട്രൈക്ക് ദ പെരിഡിയോൾസ്. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് പെരിഡിയോൾസിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ആ കപ്പ് എന്ത് ചെയ്യാണ്? പുറത്തേക്കൊന്ന് ഇജക്ട് ചെയ്തിട്ട് കപ്പിന്റെ ഉള്ളിലെ സ്പോർട്സ് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലാഷ് കപ്പ് എന്ന് പറയുന്നത്. റെയിന് വരുമ്പോൾ സ്പ്ലാഷ് ആകുക. അതുകൊണ്ടാണ് ഈ ഒരു സ്പ്ലാഷ് കപ്പ് എന്നുള്ള കോമൺ നെയിംസും കൂടി ഇവയ്ക്ക് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പെരിഡിയോൾസിന്റെ മാത്രം, ആ ഉള്ളിൽ കാണുന്ന ഈ ഒരു പെരിഡിയോൾസിന്റെ മാത്രം ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ പെരിഡിയോൾസിൽ കാണുന്ന ഏറ്റവും പുറമെ ഈ ഭാഗമാണ് പെരിഡിയോൾസ്. ബാക്കി താഴെയുള്ള ഭാഗമൊക്കെ എന്താ? പെരിഡിയോൾസിനെ ആ ഒരു കപ്പുമായിട്ട് പെരിഡിയോമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. അപ്പൊ നമുക്ക് പെരിഡിയോൾസിന്റെ ഏറ്റവും പുറമെയുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള കോർട്ടെക്സ് അല്ലെങ്കിൽ ഔട്ടർ വാളിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പൊ ഔട്ടർ വാൾ എന്ന് പറയുന്നത് ടഫ് ആണ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഔട്ടർ ആണ്. പെരിഡിയോൾസിന്റെ
പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആണ്. ചില സ്പീഷീസിൽ, അതായത് സയാത്തസ്, സ്ട്രയാറ്റസ് എന്നൊക്കെ പറയുന്ന ചില സ്പീഷീസിൽ ഈ ഒരു കോർട്ടക്സിന്റെ മുകളിൽ പിന്നെയും ഒരു കവറിങ് ഉണ്ടായിരിക്കും, ഒരു വൈറ്റ് കവറിങ് ഉണ്ടായിരിക്കും. അതിനെ ട്യൂണിക്ക എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പെരിഡിയോൾസിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റിഷ് ആകാം, ഗ്രേ ആകാം, ബ്ലാക്ക് ആകാം. ഓരോ സ്പീഷീസിനനുസരിച്ച് ഇവയുടെ കളർ വ്യത്യാസമാണ്. നെക്സ്റ്റ് വരുന്ന സ്ട്രക്ചർ ആണ് ഗ്ലീബ അല്ലെങ്കിൽ ഇന്റീരിയർ. ഗ്ലീബ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ലെയർ ആണ്. ഓക്കെ, ഔട്ടർ കോർട്ടക്സ്, ഇന്നർ ഗ്ലീബയാണ് ഇന്റീരിയർ, ഇന്നർ ചാമ്പർ ഓഫ് ദ പെരിഡിയോൾ. ഇനി ഈ ഒരു ഗ്ലീബയുടെ ഉള്ളിലായിരിക്കും സ്പോർ അടങ്ങിയിട്ടുള്ളത്. ഇത് ബെസീഡിയോ മൈക്കോട്ടി ആയതുകൊണ്ട് തന്നെ ബെസീഡിയ അല്ലെങ്കിൽ ബെസീഡിയയുടെ ഉള്ളിൽ ബെസീഡിയോ സ്പോർസ് ആയിരിക്കും. ഈ കാണുന്നേക്കുന്നൊക്കെ ബെസീഡിയോ സ്പോർ ആണ്. ഇനി യങ് ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ കേസിൽ the peridioles are embedded in a clear gelatinous substances that dries as they mature. Okay, ഈ ഒരു സ്പോറിന്റെ ചുറ്റും ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരിക്കും ഒരു ഗ്ലീബയുടെ ചുറ്റും. അത് എന്താ, മെച്ചൂർ ആയി കഴിഞ്ഞാൽ അവ ഡ്രൈ ആയി മാറുകയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്ട്രക്ചർ അതാണ് ഫ്യൂണിക്കുലസ് സിസ്റ്റം. അതായത് ഈ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ പറയുന്നതാണ് ഫ്യൂണിക്കുലസ് സിസ്റ്റം. ഈ ഒരു ഫ്യൂണിക്കുലസ് വഴിയാണ് പെരിഡിയോൾസിനെ നമ്മുടെ സബ്സ്ട്രാറ്റുമായിട്ട്, അതായത് കപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്യൂണിക്കുലസ് എന്ന് പറയുന്നത് ഇന്നർ വോൾ ഓഫ് ദ പെരിഡിയോ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഏത് വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നത്? ബൈ എ കോംപ്ലക്സ് കോഡ് ഓഫ് ഹൈഫെ. ഒരു ഹൈഫൽ കോഡ് ഉണ്ട് ഉള്ളിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ കണ്ട്, അതിനെയാണ് ഫ്യൂണിക്കുലസ് അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ കോഡി എന്ന് പറയുന്നത്. ആ പെരിഡിയത്തെ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഹൈഫൽ സിസ്റ്റമാണ് ഫ്യൂണിക്കുലാർ കോഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ തന്നെ ഫെർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ നോക്കാം. ഒന്നാമത്തേത് ബേസൽ പീസ് ആണ്. അറ്റാച്ചസ് ദ ഹോൾ സിസ്റ്റം ടു ദ ഇന്നർ വോൾ ഓഫ് ദ ക്യാപ്പ്. അതായത് ഇതിന്റെ തൊട്ട് താഴെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ ബേസൽ പീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിഡിൽ പീസ് എന്താ? ഈ ഒരു പേഴ്സി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഇല്ലേ, നമ്മൾ കുമില് പോലെ ഉണ്ടല്ലേ കാണാൻ, ആ കുമിലിന്റെ താഴെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബേസുമായിട്ട് അല്ലെങ്കിൽ ബേസ് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആളാണ് മിഡിൽ പീസ് എന്ന് പറയുന്നത്. പേഴ്സ് ആണ് നെക്സ്റ്റ്. An upper sheath that connect directly to the base of the peridiole and contains a tightly coiled thread of interwoven hyphae called funicular cord. അതായത് ഈ ഒരു പെരിഡിയോളും ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് പേഴ്സി എന്ന് പറയുന്നത്. ആ പേഴ്സിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇന്റർവൂവൺ ഹൈഫ ഉണ്ടായിരിക്കും. ആ ഒരു ഹൈഫയാണ് എന്ത്? ഫ്യൂണിക്കുലാർ കോഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഹാപ്റ്ററോൺ എന്ന് പറയുന്നത്? എൻ എൻറ്റാങ്കിൾഡ് അദസീവ് മാസ് ഓഫ് ഹൈഫ. ഇത് ഇന്റർവൂവൺ ഹൈഫ ആണെങ്കിൽ ഇത് ഒരു അദസീവ് ആയിട്ടുള്ള മാസ് ഓഫ് ഹൈഫ ആയിരിക്കും ഫ്യൂണിക്കുലാർ കോഡിന്റെ എൻഡിൽ കാണുന്നതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊരു സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രാപ്ലിംഗ് ഹുക്കി എന്നാണ് പറയുന്നത്. പെരിഡിയോൾസിനെ നല്ല രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് ഹാപ്റ്ററോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പെരിഡിയോൾസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവയുടെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്? മെജോറിറ്റി കേസിൽ ഈ ഒരു ബെസീഡിയോ മൈക്കോട്ടയുടെ ഫംഗ്ഷൻസ് ഒക്കെ ഏറെക്കുറെ ഒരു ഡീകമ്പോസിഷൻ എന്നൊക്കെ ആ ഒരു ബേസിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഒന്നാമത്തത് ഇക്കോളജിക്കൽ റോൾ ആണ്. അവ എസെൻഷ്യൽ ഡികമ്പോസേഴ്സ് ആണ്. അതായത് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള എല്ലാ ഫംഗസിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ അവ ഇക്കോളജിക്കൽ ആയിട്ടുള്ള റോൾ ആയിരിക്കും. ന്യൂട്രിയന്റ് റീസൈക്ലിങ്ങിന് സഹായിക്കുന്നതായിരിക്കും. ഇൻഡസ്ട്രിയിലെ അവയുടെ യൂസസ് എന്ന് വെച്ചാൽ അവ ലിഗ്നിൻ ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതെന്തിന്? റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടും ബയോ റെമഡിയേഷൻ, പൊല്യൂട്ടൻസിന്റെ ബയോ റെമഡിയേഷൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിനൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന വേളി കുറെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സ്ട്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ സയാത്തസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. അവയ്ക്ക് ആന്റിബയോട്ടിക്, ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസ് കാണുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പൊ പറഞ്ഞ ആ ഒരു സ്ട്രയാറ്റസ് അല്ലെങ്കിൽ സയാത്തസ് സ്ട്രയാറ്റസ്. അതിന്റെ കോമൺ നെയിം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഫ്ലൂട്ടഡ് ബേർഡ്സ് നെസ്റ്റ് ഫംഗസ് ആണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ്. പ്രോമിനന്റ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രയേഷൻസ്, അതുകൊണ്ടാണ് ആ സ്ട്രയാറ്റസ് എന്നുള്ള പേര് വന്നത്. നെക്സ്റ്റ് വൺ ആണ് സയാത്തസ് ഒല എന്ന് പറയുന്നത്. ഫീൽഡ്സ് ബേർഡ്സ് നെസ്റ്റ് ആണ്. ഇത് ഫ്ലൂട്ടഡ് ആണെങ്കിൽ ഇത് ഫീൽഡ് ബേർഡ് നെസ്റ്റ് ആകുമ്പോൾ സ്മൂത്തഡ് ആയിട്ടായിരിക്കും. ഇവിടെ ഒരു സ്ട്രയേഷൻസ് ഒന്നും കാണുന്നില്ല അല്ലെ. സ്മൂത്ത് ആയിട്ടുള്ള നോൺ പ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇന്നർ സർഫേസ് ആയിരിക്കും. റിലേറ്റീവ്ലി ലാർജ് ഒരു ഗ്രേ കളർ ആയിരിക്കും പെരിഡിയോൾസ് കാണാം. ഓക്കെ, ഗ്രേ കളറിലായിട്ട് പെരിഡിയോൾസ് കാണാം. ലാസ്റ്റ് വൺ ആണ് സയാത്തസ് സ്റ്റെർക്കോറിയസ് എന്ന് പറയുന്നത്. ഡങ് ലവിങ് ബേർഡ്സ്
ബേസ്ഡ് നെസ്റ്റ് ആണ്. കൗ ഡങ്ങിൽ പോലെയുള്ള ഡങ്ങിലൊക്കെയാണ് മെയിൻലി കാണുന്നത്. റിച്ച് സോയിലും ചിലപ്പോൾ കാണുന്നുണ്ട്. നോൺ പ്ലിക്കേറ്റ് ആണ്, സ്മൂത്ത് ആണ്, ഇന്നർ പെരിഡിയൽ വോൾ ആണ്. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിയാത്തസിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്.